എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഈ നടന്ന് വിൽപ്പന നടത്തുന്ന ഈ സാധാരണ ഈ ലോട്ടറി വിൽപ്പനക്കാരുടെ കഷ്ടതകളെക്കുറിച്ചാണ്. കാരണം ഈ വെയിലും കാറ്റും മഴയും ഒക്കെ കൊണ്ട് അവർ ഈ നടന്ന് വിൽപ്പന നടത്തി കഴിഞ്ഞ് പ്രൈസ് വരുമ്പോൾ അവരുടെ വിറ്റ ടിക്കറ്റിനൊന്നും പ്രൈസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. സംഭവം ശരിയാണ്. കാരണം പണ്ടുള്ളതിനേക്കാളും ഇപ്പോൾ സമ്മാനങ്ങൾ കുറച്ചിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഈ വിൽപ്പന നടത്തി അതിൽ സമ്മാനങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം അവർക്ക് ടിക്കറ്റ് ആയിട്ട് ആൾക്കാരുടെ കയ്യിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇന്നലെ അടിച്ചോ എന്നുള്ള ഇല്ല, ഇന്നലെ അടിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ ടിക്കറ്റ് വിൽപ്പന കുറവ് തന്നെ വരിക. കാരണം എപ്പോഴും ടിക്കറ്റ് ഇനി സമ്മാനം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എടുക്കാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമ്മാനങ്ങൾ അടിക്കണത് അനുപാതമായിട്ട് തന്നെയാണ് ഈ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അവർ പറയണത് അവർക്ക് എത്ര ടിക്കറ്റ് എടുത്താലും കുറേ ആഴ്ചകളോളം അവർക്ക് പ്രൈസൊന്നും അടിക്കണില്ല. അവരിപ്പോൾ 100 ടിക്കറ്റോ 150 ടിക്കറ്റോ ഒക്കെ എടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ട് ഒന്നും അടിക്കാണ്ട് കുറേ ദിവസങ്ങൾ അടിക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു നഷ്ടമാണ് എന്നാണ്. അപ്പോൾ ഈ മുൻപുണ്ടായിരുന്ന പോലെ ടിക്കറ്റുകൾ സമ്മാനങ്ങൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ സമ്മാനങ്ങളുടെ എണ്ണം, അതായത് 5000 പണ്ടൊക്കെ 24 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ 18 എണ്ണം ആയിട്ടുണ്ട്. അത് ആദ്യത്തെ പോലെ തന്നെ 24 എണ്ണം തന്നെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ജനങ്ങൾക്ക് ഈ 5000 കിട്ടും. അതുപോലെ 2000 1000 ഒക്കെ കിട്ടുമ്പോൾ ഈ വിൽപ്പനകൾ കൂടുതൽ നടക്കും. അപ്പോൾ ഈ സാധാരണ കഷ്ടപ്പെട്ടിട്ട് ഈ ഇങ്ങനെ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിൽപ്പന നടത്തുന്നത് നടക്കാൻ വയ്യാത്തവരും ഹാർട്ടിന് അസുഖമുള്ളവരും അങ്ങനെ പല പല അസുഖങ്ങളുള്ളവരും വയസ്സായവരും ഒക്കെയാണ് ഈ നടന്ന് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അവർക്ക് ഇതൊരു പ്രൈസ് അടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പിറ്റത്തെ ദിവസം അവർക്ക് കച്ചവടം കുറവ് വരും. അപ്പോൾ അവർക്കതൊരു നഷ്ടം തന്നെയാണ് കച്ചവടം. ചിലപ്പോൾ അവരെടുത്ത ടിക്കറ്റ് തലേ ദിവസം എത്ര പോയി എന്ന് വിചാരിച്ചിട്ട് പിറ്റത്തെ ദിവസം അവരെടുക്കുമല്ലോ, അത്ര എണ്ണം തന്നെ എടുക്കുമ്പോൾ അന്നത് വിൽപ്പന നടക്കാതിരിക്കുമ്പോൾ ആ ടിക്കറ്റ് അവരുടെ കയ്യിലിരുന്നിട്ട് വെറും കടലാസ് പോലെ അവർക്ക് കളയേണ്ടി തന്നെ വരും. കാരണം തിരിച്ചെടുക്കണില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കണ ആൾക്കാരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുക. അതിനനുസരിച്ചിട്ട് അവരോട് അതിനേതാ സംഘടനകളുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനം പറയാം. കാരണം വലിയ ഏജൻസിക്കാർക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് വരുന്നില്ല. എന്നുവെച്ചാൽ വലിയ ഏജൻസിക്കാർ ഈ സാധാരണ ഈ ജനങ്ങൾക്ക് ഈ വിൽപ്പന നടത്തുന്ന ആൾക്കാർക്ക് ഇപ്പം 850 ഉറുപ്പിക്ക് 25 ഒരു ബുക്ക് അല്ലെങ്കിൽ സെയിം ആയിട്ടാണെങ്കിലും കൊടുക്കുമ്പോൾ 850 ഉറുപ്പിക്ക് കൊടുത്താൽ അവർക്ക് അവരുടെ കയ്യിൽ ആ പൈസ വന്നു, അവർക്ക് അതിനൊരു നഷ്ടമില്ല. പിന്നെ ആ ടിക്കറ്റ് വിൽപ്പന ഇവർ നടത്തേണ്ടത് ഇവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് വിൽപ്പന നടത്തിയില്ലെങ്കിൽ ഇവർക്ക് മാത്രമാണ് അതിൻ്റെ നഷ്ടം. അവർക്കത് അവരെ ബാധിക്കണില്ല വലിയ ടിക്കറ്റ്. അത് കാരണം ഒരു വലിയ ഏജൻസികളിൽ നിന്ന് 10 12 15 ഒക്കെ ആൾക്കാർ ഇങ്ങനെ നടന്ന് വിൽപ്പന നടത്തണവർ 100 ടിക്കറ്റ് വീതമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു 10 ആൾക്കാർ 100 ടിക്കറ്റ് വെച്ച് വിറ്റുണ്ടെങ്കിൽ അവർക്ക് 1000 ടിക്കറ്റ് വിറ്റു. 1000 ടിക്കറ്റ് വിറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ 850 ഉറുപ്പ്യ ഇവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് 813 അവർക്ക് കിട്ടണത്. അപ്പോൾ ഈ 37 രൂപയോളം അവർക്കൊരു ബുക്കിൻ്റെ മുകളിൽ ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 100 ടിക്കറ്റ് എടുത്താൽ അവർക്ക് 120 ഉറുപ്പ്യ, അവർക്ക് 125 ഉറുപ്പ്യോളം അവർക്ക് ഇഷ്ടം പോലെ ലാഭം കിട്ടുന്നുണ്ട്. അതുപോലെ ഈ 10 ആൾക്കാരിൽ നിന്നും കിട്ടുമ്പോൾ അവർക്ക് എത്ര രൂപ, 1000 രൂപ ഒക്കെ അവർക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. ഈസി അത്രയൊന്നല്ല, അതിലും കൂടുതൽ. ഞാനൊരു ചെറുതായിട്ടുള്ളൊരു കണക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഈ വലിയ ഏജൻസിക്കാർക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല, അവർക്ക് എന്നും ലാഭം തന്നെയാണ്. കാരണം ഈ ചെറിയ ആൾക്കാരിൽ നിന്ന് കമ്മീഷൻ ഇവർക്ക് കൊടുക്കണം. കമ്മീഷൻ കൊടുക്കാൻ ഇവർക്ക് ടിക്കറ്റിൽ അടിക്കണില്ല, ലോട്ടറി അടിച്ചെങ്കിലല്ലേ അവർക്ക് കൊടുക്കണ്ടു. അല്ലെങ്കിൽ ഇവർക്ക് ടിക്കറ്റുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു സങ്കടാവസ്ഥ ഉണ്ട്. ഈ സങ്കടാവസ്ഥ മാറണം എന്നുണ്ടെങ്കിൽ
ഇതിൻ്റേതായ വേണ്ടപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് ഈ സാധാരണ ഈ ആൾക്കാരുടെ ഈ കഷ്ടപ്പാട് കണ്ട് മനസ്സിലായത് എന്തായി ഏതായി എന്ന് ചോദിച്ചറിയാൻ മാത്രം, അല്ലെങ്കിൽ ന്യൂസ് മുഖാന്തരം അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കണതിന് പകരം അത് ചോദിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അതവിടെ ഇടാണ്ട് അത് നേരെ ചൊവ്വേ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് അത് എത്തിക്കേണ്ടത് ഒരു നല്ല കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വയസ്സായിട്ട് തീരെ വയ്യാത്തവരിങ്ങനെ നടന്ന് വിൽപ്പന നടത്തിയിട്ട് അവർക്കൊരു പ്രൈസും ഇല്ല എന്നുള്ളൊരു ദയനീയാവസ്ഥ തന്നെയാണ്. പിന്നെ അത് ഇത്രയും പൈസ ഗവൺമെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഇവരും കൂടി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ ഗവൺമെൻറ്റിലേക്ക് ഇത്ര അധികം പൈസ ഉണ്ടാവണത്. കാരണം ഇവർ ഓരോരുത്തരും ഇങ്ങനെ നടന്ന് വിൽക്കണ കാരണമാണല്ലോ ഇത്ര ടിക്കറ്റുകൾ വിൽപ്പന നടത്തുന്നത്. പിന്നെ പറയുന്നുണ്ട് ടിക്കറ്റിന് ചില കാര്യങ്ങളൊക്കെ പറയണത് നുണ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്ക് അടിച്ചെന്നൊരു ഇതുമില്ല, ആരൊക്കെയാണ് എവിടെയാണ് അതിൻ്റെ ഏജൻസി. ഇപ്പൊക്കെ കറക്റ്റായിട്ട് എല്ലാതും പറയുന്നുണ്ട്, ഇന്ന ഏജൻസിയുടെ ഇതിലാണ് കിട്ടിയിരിക്കണത്, ഇന്ന ജില്ലയിലാണ്, ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ ഇഷ്ടം പോലെ അവർ വ്യക്തമായിട്ട് ഇപ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ പറയുന്നുണ്ട്. അത് കള്ളത്തരമൊന്നുമല്ല. ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ സമ്മാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞതും അതും കറക്റ്റാണ്. അതൊന്നും കള്ളത്തരമല്ല. നമ്മൾ പ്രൈസ് അടിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് അടിച്ച പ്രൈസുകൾക്കൊക്കെ കറക്റ്റായിട്ട് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് സമ്മാനം അടിക്കണില്ല, അല്ലെങ്കിൽ സമ്മാനങ്ങൾ വർദ്ധിപ്പിച്ചാലാണ് ഇവർക്ക് കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ക്ഷേമനിധിയുടെ കാര്യമാണെങ്കിലും ക്ഷേമനിധിയൊക്കെ ഉണ്ട്. ഈ ക്ഷേമനിധിയിൽ കറക്റ്റായിട്ട് പോകുന്നവർക്കും ചെയ്യണവർക്കൊക്കെ ക്ഷേമനിധിയൊക്കെ കിട്ടുന്നുണ്ട്. അതിലെന്തെങ്കിലും തരക്കേട് വരുമ്പോൾ അടയ്ക്കാതും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇത് വരുമ്പോൾ തന്നെയാണ് അത് കട്ടാവുന്നതും പോണതൊക്കെ. അപ്പോൾ അതിനും നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഇതിൻ്റെ ഏജൻസിയുടെ ഇതിൻ്റെ സംഘടനകളുണ്ട്. അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് എവിടെയാണ് ഇതിൻ്റെ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നമുക്ക് അവിടെ ഈ പരാതി കൊടുക്കേണ്ടവർക്ക് നമുക്ക് അവിടെ പരാതി കൊടുത്തിട്ട് നമുക്ക് നേരെ ചൊവ്വ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഈ നടന്ന് വിൽപ്പന നടത്തുന്നവർ ഏജൻസിയുടെ നാക്കാണ് കൊടുക്കണതെങ്കിൽ അവർക്ക് അവരുടെ ഒരു സപ്പോർട്ടും കൂടി വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണത്. അല്ലാണ്ട് ഈ ക്ഷേമനിധിയിൽ നിന്നുള്ള പൈസയൊക്കെ കറക്റ്റ് തന്നെയാണ്. എല്ലാ കൊല്ലം ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, അത് കിട്ടായികയൊന്നുമില്ല. അതൊക്കെ സംഭവമുള്ളത് തന്നെയാണ്. ഇത് കട്ടായ കാരണം അല്ലെങ്കിൽ അടയ്ക്കാത്ത കാരണമൊക്കെയാണ് അത് കിട്ടായിക. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുകയെന്ന് വെച്ചത് ഗവൺമെൻറ്റിനെ നമുക്കിത് അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഈ വെറുതെ ഇങ്ങനെ പറയണവരോട് കറക്റ്റായിട്ട് പറയണം. നിങ്ങളിങ്ങനെ ഞങ്ങളോട് ചോദിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പറയല്ല, ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എവിടെയാണ് ഇതിന് പറയേണ്ടത്, എവിടെയാണ് ഇത് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരോടൊരു തീരുമാനം. ഇതിപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്തു, അത് കഴിഞ്ഞു, അത് പിന്നെ അവിടെ ഇട്ടു, പിന്നെ അതിനെ പറ്റിയൊരു തീരുമാനങ്ങളും ഇല്ല. അവർ നാലാൾക്കാരുടെ മുമ്പിൽ അവരും വന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് അത് പോയി ഇനി എവിടെയാണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് വേണ്ടത് കാര്യങ്ങൾ ചെയ്യാനല്ല. ഇതിപ്പോൾ തമ്മിൽ ഗവൺമെൻറ്റിനെ ഏതെങ്കിലും കുറ്റം പറഞ്ഞിട്ട് അത് ആ ഗവൺമെൻറ് ഉള്ളപ്പോൾ അത് കിട്ടി, ഗവൺമെൻറ് ഉള്ളപ്പോൾ കിട്ടിയില്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു പ്രഹസനം പോലെ ചോദിച്ചിട്ട് ഇത് കിട്ടാൻ ഈ സാധാരണ ജനങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ചോദ്യം ചോദിച്ച് ആൾക്കാരുടെ തൊണ്ടയിൽ വെള്ളം വറ്റിച്ചിട്ട് അതും കുറേ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഈ സാധാരണക്കാരുടെ കണ്ണീര് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ചില കാര്യങ്ങൾ പറയണത് കറക്റ്റല്ല എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടമാനം ടിക്കറ്റ് എടുക്കണ കാരണമാണ് ഈ വിൽപ്പന കുറച്ച് കുറവ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വിൽക്കുന്നുള്ള അത്ര ടിക്കറ്റ് എടുത്താൽ ആ ബാക്കി വരുന്നത് ടിക്കറ്റ് നമ്മുടെ കയ്യിലിരുന്നിട്ട് ആ നഷ്ടം പറ്റില്ല. അപ്പോൾ അത്യാവശ്യമുള്ള
കുറച്ച് ടിക്കറ്റുകൾ മാത്രം വിൽപ്പന നടത്തുക. അപ്പോൾ ടിക്കറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 25 ടിക്കറ്റ് നമ്മൾ വിറ്റുന്ന അല്ലെങ്കിൽ ഒരു 150 രൂപ നമുക്ക് കിട്ടും. തീരെ വയ്യാത്ത ഒരാൾക്കാരാണെങ്കിൽ 50 ടിക്കറ്റ് വിട്ടാൽ നമുക്ക് 300 റുപ്യ റെഡിക്ക് കിട്ടും. ഇത് ഒന്നുമില്ലാണ്ട്. പിന്നെ എന്താ 3 ടിക്കറ്റ് എടുത്താൽ 10 റുപ്യ കുറവ്, അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് നമുക്ക് കൊടുക്കണം. അതിപ്പോൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് വിൽപ്പന നടത്താനൊന്നും ഉള്ള നോക്കുകയുള്ളൂ. കുറച്ച് ടിക്കറ്റ് എടുത്തിട്ട് എടുത്ത ടിക്കറ്റ് വിൽക്കാൻ നോക്കുക. അതാണ് ചെയ്യാൻ പറ്റണത് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഇപ്പോൾ നമുക്ക് പ്രൈസ് അടിച്ചില്ല, നമ്മുടെ കയ്യിൽ കുറേ ടിക്കറ്റ് ഇരുന്നത് ബാലൻസ് വന്നു, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇത് വല്ലവരും അതിനെപ്പറ്റി കണ്ട് എനിക്കിപ്പോൾ ഈ ആൾക്കാർ പിന്നെ ഓരോന്ന് പറയുന്നു. ഇപ്പോൾ അതുകൊണ്ട് പറയണതാണ് ഞാൻ. ടിക്കറ്റ് പ്രൈസ് അടിക്കണില്ല, പിന്നെ അങ്ങനെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിട്ട് എന്താണ് കാര്യം, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്യണതാണ്, അതങ്ങനെ ഓരോന്ന് പറയണതിനുള്ള അതുകൊണ്ട് പറയാണ്. ടിക്കറ്റ് കൂടുതൽ എടുത്തിട്ട് അത് നാശാവണേറ്റവും നല്ലത്, അല്ലെങ്കിൽ കയ്യിലിരുന്നിട്ട് ഇത് നഷ്ടപ്പെടുന്നേറ്റവും നല്ലത് അത്യാവശ്യത്തിനുള്ള ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് അത് വിൽപ്പന നടത്തുക. പിന്നെ ഇത് ജനങ്ങൾ എല്ലാവരും കൂടി സംഘടിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ഉള്ള 1-2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് ഈ ആൾക്കാരുടെ സങ്കടങ്ങൾ മാറുള്ളൂ. അപ്പോൾ അത് ആരെങ്കിലും അതിന് പ്രയത്നിക്കാനോ അതോ ഉണ്ടോ വെച്ചാൽ എല്ലാവരും അതിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.